വെൽക്കം ടു C2 ഹിൽസ്. മൊസ്താമാനു ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു യാത്രാ വിവരണമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൊസ്താമാനു ക്ഷേത്രം ഉത്തരാഖണ്ഡിലെ പിത്തോരാഗഡ് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വെള്ളത്തിൻ്റെയും മഴയുടെയും ദൈവമായി കണക്കാക്കപ്പെടുന്ന പ്രദേശത്തെ പ്രാദേശിക ദൈവമായ മോസ്ത പ്രഭുവിനാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. അവിടത്തേക്കുള്ള എൻ്റെ യാത്ര ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. പിത്തോരാഗാർഹ് നഗരത്തിൽ നിന്നും 6 കിലോമീറ്റർ അകലെ വളരെ ശാന്തമായ ഒരു സ്ഥലത്താണ് മോസ്താമാനു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്ര പരിസരം വരെ വാഹന ഗതാഗത യോഗ്യമായ റോഡ് നിർമ്മിച്ചതിനാൽ വിനോദസഞ്ചാരികൾക്ക് അവരുടെ വാഹനത്തിൽ എളുപ്പത്തിൽ എത്തിച്ചേരാം. 138 കിലോമീറ്റർ അകലെയുള്ള തനക്പൂറാണ് പിത്തോർഗഡിന് ഏറ്റവും അടുത്തുള്ള റെയിൽ ഹെഡ്. പിത്തോരാഗഡിൽ നിന്ന് 241 കിലോമീറ്റർ അകലെയുള്ള പന്ത് നഗറാണ് ഏറ്റവും അടുത്ത വിമാനത്താവളം. പ്രാദേശിക നാടോടി കഥകൾ അനുസരിച്ച് നേപ്പാളിൽ നിന്ന് ഇവിടെ വന്ന് സ്ഥിരതാമസമാക്കിയ മോസ്തമാനവ് എന്ന സന്യാസിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഈ ക്ഷേത്രം നേപ്പാളിലെ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ തനിപ്പകർപ്പാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ഞങ്ങളുടെ പിത്തോരാഗാർഹിലെ 2ാമത്തെ ദിവസമാണ് ഇന്ന്. ഞങ്ങൾക്ക് ഇന്ന് കഴിയുന്നതും ഇതിനടുത്തും ചുറ്റുമുള്ള ടൂറിസ്റ്റ് പ്ലേസൊക്കെ വിസിറ്റ് ചെയ്യണം എന്ന ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ അന്നത്തെ ദിവസം തുടങ്ങിയത് തന്നെ. മൊസ്താമാനു ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ അങ്ങനെ എത്തിച്ചേർന്നു. അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. ഭയങ്കര ഒരു വൈബാണ് അവിടെ. കണ്ടോ, അങ്ങ് ദൂരെ നമുക്ക് മഞ്ഞുമലകളൊക്കെ കാണാൻ കഴിയും. വളരെ പീസ്ഫുള്ളായ നീറ്റായ ഒരു ഭൂപ്രദേശമാണ് അവിടുത്തത്. വളരെ ശാന്തമായതും ഭംഗിയുമായ ഒരു ആരാധനാലയമാണ് മൊസ്താമാനു ക്ഷേത്രത്തിൻ്റേത്. അതിമനോഹരമായ ആകാശവും അതിമനോഹരമായ അന്തരീക്ഷവും ആ ഒരു പീസ്ഫുള്ളായിട്ടുള്ള അന്തരീക്ഷത്തിൽ നമ്മളങ്ങനെ ലയിച്ചു ചേർന്ന് പോകും. നമുക്ക് ഒരുപാട് നേരം കണ്ടു നിൽക്കാൻ തോന്നും. അവിടുത്തെ ഓരോരോ കൊത്തുപണികളും കാര്യങ്ങളും ഒക്കെ അതിമനോഹരമാണ്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേരുന്ന കുട്ടികൾക്കൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. കണ്ടില്ലേ, നല്ല മഞ്ഞ കളറും ചുവന്ന കളറും ഒക്കെയുള്ള കുറേ കൊടികളൊക്കെ ഇങ്ങനെ പാറുന്നു. അതൊക്കെ ദൂരെ നിന്ന് കാണുമ്പോൾ ആ ആകാശ നിറത്തിലുള്ള ആകാശത്തിൻ്റെ ഒപ്പം ആ കൊടികളൊക്കെ ഇങ്ങനെ പാറുന്നത് കാണുമ്പോൾ തന്നെ ഒരു രസമാണ്. പിന്നെ ഈ അമ്പലത്തിൻ്റെ സ്റ്റെപ്പിനോട് അടുത്ത് തന്നെ ഇതിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് മണികളിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. ഓരോ ടൈമും നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ആ മണികളൊക്കെ ഒന്ന് തൊട്ട് അടിച്ച് അതിൻ്റെ ആ ഒരു സൗണ്ടോടുകൂടി ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഭക്തിയൊക്കെ ഭയങ്കരമാണ് കേട്ടോ. അതിൻ്റെ ഒരു ഭയങ്കര വൈബ്രേഷനാണത്. ഞങ്ങളങ്ങനെ നടന്ന് സ്റ്റെപ്പൊക്കെ കയറി അതിൻ്റെ തിരുനടയിലേക്ക് എത്തി. അവിടെ കണ്ടില്ലേ, ഒരു നല്ല മണിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വരുമ്പോൾ. ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതായിരിക്കും ഉചിതം. മൊസ്താമാനു ടെമ്പിൾ എന്ന് പറയുന്നത് പിത്തോരാഗാർഹിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. ഞങ്ങൾ അടുത്തുള്ള കുറച്ച് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ടെമ്പിളുകൾ ഏതൊക്കെയാണെന്ന് നാട്ടുകാരോട് ചോദിച്ചപ്പോൾ ആദ്യം സജസ്റ്റ് ചെയ്ത പേരും മൊസ്താമാനു ടെമ്പിൾ തന്നെയാണ്. നമ്മളുടെ പിത്തോരാഗാർഹിൽ നിന്നും വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന അമ്പലവും ഇതുതന്നെയാണ്. അതിമനോഹരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടുത്തത്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു ശാന്തതയും തണുപ്പും അതിൻ്റെ ഒരു ഭംഗി ഇവിടെ വന്ന് നമുക്ക് കണ്ടില്ലേ, ഈ ഓരോരോ മണികളിൽ കൊണ്ട് ഞങ്ങളിങ്ങനെ അടിച്ച് അതിൻ്റെയൊക്കെ ഒരു സൗണ്ടും ഒക്കെ ഭയങ്കര വൈബ്രേഷനാണ് ഇവിടെ. എന്തൊക്കെയോ ഒരു ഭയങ്കര ചൈതന്യമുണ്ട് ഇവിടുത്തെ അമ്പലത്തിലെ ചൈതന്യം. ആ ഒരു പീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ.
ഞങ്ങൾ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ മണികളും ഓരോന്ന് അടിച്ച് അതിൻ്റെയൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സൗണ്ടുകളൊക്കെ ആസ്വദിച്ച് അങ്ങനെ അമ്പലമൊക്കെ ഒന്ന് വലം വെച്ചു. കണ്ടില്ലേ, വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു എൻവയോൺമെൻ്റാണ് ഇവിടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ. വളരെ നീറ്റായി ടൈൽസൊക്കെ ഇട്ടിട്ട് വളരെ നന്നായിട്ടാണ് ഇവിടെയുള്ള ഗ്രാമവാസികൾ ഈ അമ്പലം പരിപാലിച്ചു കൊണ്ടുപോകുന്നത്. നമുക്ക് കണ്ടില്ലേ, ഇതിൻ്റെ ബാക്ക് സൈഡിൽ അമ്പലത്തിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അങ്ങ് ദൂരെ നോക്കുമ്പോൾ നമുക്ക് മഞ്ഞുമലകളൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. ഞാൻ എൻ്റെ ജീവിതത്തിൽ മഞ്ഞുമല ആദ്യമായിട്ടാണ് ഇവിടെ നിന്നാണ് കാണുന്നത്. അത് ഈ അമ്പലത്തിൻ്റെ തിരുനടയിൽ വെച്ചൊക്കെയാണ് ഈ ഒരു മഞ്ഞുമല എനിക്ക് കാണാൻ പറ്റിയത്. ആക്ച്വലി ഈ ഒരു അമ്പലത്തിലേക്ക് വന്ന് ഇങ്ങനെ ഒരു മലയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫീലായിരുന്നു. അതും നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടുത്തത്. എൻ്റെ ക്യാമറയിൽ അങ്ങനെ കറക്റ്റായിട്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല, കാരണം എൻ്റെ ഒരു അത്ര ക്വാളിറ്റിയുള്ള ക്യാമറ ഒന്നും അല്ല. പക്ഷേ ഇവിടുന്ന് ഇത് ആസ്വദിക്കാൻ ഒരു കുറേ നേരം നമ്മൾ ഇവിടുന്ന് ആസ്വദിച്ചു. ഈ മഞ്ഞുമലയും ആ ഒരു ദൃശ്യ ഭംഗിയും ഒക്കെ. വളരെ ചൈതന്യമുള്ള ഒരു അമ്പലമാണ് മൊസ്താമാനൂർ ടെമ്പിൾ എന്ന് പറയുന്നത്. അമ്പലത്തിൻ്റെ മുന്നിലായി 3 മണികളൊക്കെ കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടെ കണ്ടില്ലേ, ഒരു സ്റ്റെപ്പ് പോലത്തെ. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൻ്റെ മുന്നിലുള്ള സീനുകളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ആ ഒരു വ്യൂ ആണ് അവിടെ നിന്ന് കിട്ടുക. ഇതാണ് അമ്പലത്തിൻ്റെ മുൻഭാഗം. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കളർ കോഡിലാണ് അമ്പലം സെറ്റ് ചെയ്തിരിക്കുന്നത്. ടൈൽസൊക്കെ ഇട്ട് വളരെ ഹൈജീനിക് ആയിട്ടാണ് അവർ ആ അമ്പലം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ അമ്പലം നടത്തുന്നവർക്ക് ഒരു പ്രത്യേക അഭിനന്ദനമുണ്ട്. കാരണം ഇത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഈ ഒരു മലമ്പ്രദേശം മുഴുവൻ, ആ ഒരു ഏരിയ മുഴുവൻ അവർ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ശക്തമായ ഒരു ചൈതന്യമുള്ള അമ്പലമാണെന്നാണ് പരിസരവാസികളൊക്കെ പറഞ്ഞത് ഈ അമ്പലത്തിനെ കുറിച്ച്. അതുകൊണ്ടാണ് ഞങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള നിലയിൽ മൊസ്താമാനൂർ ടെമ്പിൾ തന്നെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ഇതാണ് തിരുനട. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പൂജാരി നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി നമുക്ക് ഇവിടുത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് ഡയറക്റ്റ് കയറിയിട്ട് പൂജാരി ഇരിക്കുന്നുണ്ടാവും. ഇന്നിപ്പോൾ പൂജാരി ഇവിടെ അവൈലബിൾ അല്ല. ആക്ച്വലി അതിൻ്റെ ടൈം കഴിഞ്ഞിട്ട് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമുക്ക് കയറിയിട്ട് നമുക്ക് തന്നെ ശിവലിംഗം ആണെങ്കിലും ശരി, എന്താണെങ്കിലും നമുക്ക് ഡയറക്റ്റ് നമ്മളുടെ കൈകൊണ്ട് തന്നെ പൂജ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ നോർത്ത് ഇന്ത്യയിലുള്ള പല അമ്പലങ്ങളും അങ്ങനെയാണ്. നമുക്ക് തന്നെ ഡയറക്റ്റ് പൂജ ചെയ്യുന്ന രീതിയിലൊക്കെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഞാൻ അമ്പലത്തിൻ്റെ തിരുക്കോവിൽ അടച്ചത് കൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഒന്ന് തൊഴുത് ഒന്ന് വലമൊക്കെ വെച്ചു, ദക്ഷിണയൊക്കെ ഇട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് അവിടെ ഇങ്ങനെ ലയിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. അതിമനോഹരമായ ഒരു ഭൂപ്രദേശമാണ് അവിടുത്തത്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അവിടുത്തെ ആ ഒരു അന്തരീക്ഷം, പീസ്ഫുൾനെസ്, ആ ഒരു പീസ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ദൃശ്യഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ആസ്വദിക്കണം. അത്ര നല്ലതാണ്, അത്ര ഭംഗിയുള്ള സ്ഥലമാണിത്. പിത്തോരാഗാർഹിലോ ഉത്തരാഖണ്ഡിലോ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പീസ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ ഇവിടെ കുറേ അമ്പലങ്ങളുണ്ട്. അതിൽ മസ്റ്റ് വാച്ചായിട്ട് നിങ്ങൾ വരേണ്ട ഒരു അമ്പലം തന്നെയാണ് ഇത്, മൊസ്താമാനൂർ ടെമ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കണ്ടില്ലേ ഊഞ്ഞാൽ. ഇനി അതിന് കുറച്ചപ്പുറത്തൊക്കെ ആയിട്ട് പാർക്കും കുറച്ച് സീനൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പാർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഞങ്ങൾ അവിടെ നിന്ന് എന്തായാലും ഇറങ്ങി, അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം വന്നപ്പോൾ പിത്തോരാഗാർഹിലെ തന്നെ ഒരു പാർക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെന്നിട്ട് ആ പിത്തോരാഗാർഹ് സിറ്റി നമുക്ക് മൊത്തത്തിലൊരു വ്യൂ, ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ചെറിയൊരു പാർക്കും ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൈലബിൾ സെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഇവിടെ കമിതാക്കളും കാര്യങ്ങളൊക്കെ ഇവിടെ വരാറുണ്ട്.
നല്ല ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടൗണിൻ്റെ ആ ഒരു സിറ്റിയുടെ നല്ല ഒരു പിക്ക് നമുക്ക് വീഡിയോ ആയിട്ടും ഫോട്ടോ ആയിട്ടൊക്കെ എടുക്കാൻ കഴിയും കേട്ടോ. വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. നമ്മുടെ നാട്ടിലേക്കുള്ള പാർക്കുകളെയൊക്കെ അപേക്ഷിച്ച് ഇത്തരത്തിലുള്ള ഈ സ്ഥലങ്ങളിലെ പാർക്കുകളിൽ ഇരിക്കുമ്പോൾ നമുക്ക് നല്ല ഒരു ദൂരെയുള്ള ഒരു വ്യൂ ഇല്ലേ, മലകളുടെയൊക്കെ ആ ഒരു വ്യൂ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കൂടാതെ ഇവിടുത്തെ ഒരു എയറിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ വളരെ പ്യുവറാണ്. അത്തരത്തിലുള്ളൊരു പ്യുവറായിട്ടുള്ള എയർ, നല്ല കൂളിംഗ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ നല്ല ഒരു വെയിലൊക്കെ ഏറ്റ് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ സുഖം അത് വേറെ തന്നെയാണ്, ഈ മലമുകളിൽ ഇരിക്കുന്നതിൻ്റെ ഒരു സുഖം. സോ ഈ പാർക്ക് ഒരു നല്ല ഒരു അനുഭവമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു മലമ്പ്രദേശത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചുരാഗർഹിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ ബൈ.